ലോകത്തെമ്പാടുമുള്ള മലയാളികൾ നല്ല ഓണസദ്യ കഴിച്ചിരിക്കുമ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരും കൂട്ടിരിപ്പുകാരും എവിടെ നിന്നാകും സദ്യ കഴിച്ചിരിക്കുക എന്ന് ഓർക്കുന്നുണ്ടോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയപൂർവ്വം പൊതിച്ചോറ് പദ്ധതിയുടെ ഭാഗമായി ഇന്ന് പായസമടക്കമുള്ള സദ്യയാണ് ഡിവൈഎഫ്ഐ ഒരുക്കിയത്. വി വസീഫ് ഇന്നത്തെ പൊതിച്ചോറ് വിതരണത്തിന് നേരിട്ട് നേതൃത്വം നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലാണ് ഞാനുള്ളത്. കഴിഞ്ഞ 5 വർഷമായി ഡിവൈഎഫ്ഐ ദിവസവും ഇവിടെ പൊതിച്ചോറുകൾ നൽകി വരുന്നുണ്ട്. നമുക്കറിയാം ആ കാര്യം. എന്നാൽ ഈ തിരുവോണ ദിനത്തിൽ പൊതിച്ചോറിനപ്പുറത്തേക്ക് അല്പം കൂടി സ്നേഹം അതിൽ കലർത്തി സദ്യയാണ് ഇത്രയും അധികം ആളുകൾക്ക്. ഇപ്പോൾ ഞാൻ വന്നത് മുതൽ ഏതാണ്ട് 100 കണക്കിന് ആളുകൾ ഇവിടെ വന്ന സദ്യ വളരെ ക്ഷമയോടുകൂടി ക്യൂ നിന്ന് അത് വാങ്ങി അവർ മടങ്ങിപ്പോവുകയാണ്. ഡിവൈഎഫ്ഐ ഇത് വർഷങ്ങളോളമായി തുടരുന്ന ഒരു കാര്യമാണ്. ഈ പൊതിച്ചോറ് വിതരണത്തെ പരിഹസിച്ച ആളുകൾ എവിടെ നിൽക്കുന്നു? ഈ ഡിവൈഎഫ്ഐക്കാർ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ സാഹചര്യങ്ങൾ കൂടി നമ്മൾ വായിക്കണം. ഇന്നത്തെ ഈ സദ്യ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതിനൊപ്പം വസീഫ് കൂടിയുണ്ട്, മാവേലിയുമുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണിത്. അത് ഈ ദിവസം സദ്യ നൽകാൻ കഴിയാന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി സന്തോഷമാണ്. അതെ അതെ, ഇന്നിപ്പോ ഇവിടെ നമുക്കൊരു 1-2 പേര് വന്നിട്ട് നമ്മളോട് ചോദിച്ചു, ഇന്നുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാരണം ഓണമാണല്ലോ, എല്ലായിടത്തും അവധിയാണല്ലോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്, ഞങ്ങൾക്കൊരു അവധിയുമില്ല എന്നുള്ളതാണ്. ഓണമാകട്ടെ, പെരുന്നാളാവട്ടെ, ക്രിസ്മസ് ആവട്ടെ, ഏതാഘോഷമാവട്ടെ, ഇനി ഏതെങ്കിലും പ്രതിസന്ധിയുള്ള സമയമാകട്ടെ, കോവിഡിന്റെ സമയത്ത് പോലും എങ്ങനെ പൊതിച്ചോറ് കൊടുക്കാൻ പറ്റും എന്ന് ആലോചിച്ച സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രളയഘട്ടങ്ങളിലുമെല്ലാം ഞങ്ങളിവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്തും പൊതിച്ചോറ് മുടക്കിയിട്ടില്ല. അത് തുടർച്ചയായി കൊണ്ടുപോവുകയാണ്. ഇന്ന് ഒരു ആഘോഷ ദിവസമാണ്, തിരുവോണ നാളാണ്. ഇന്ന് ഡിവൈഎഫ്ഐയുടെ മണ്ണൂർ മേഖലാ കമ്മിറ്റിയാണ് പൊതിച്ചോറ് കൊണ്ടുവരുന്നത്. ഏകദേശം 5000-ഓളം പൊതിച്ചോറാണ് ഇന്ന് അവർ കൊണ്ടുവന്നത്. നിങ്ങളിവിടെ കണ്ടു, നീണ്ട ക്യൂ ആണ്. അത്ര നേരം ഇത് തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. ഇന്ന് ഞങ്ങളുടെ മാവേലി വണ്ടി ഓടിച്ചു വന്നിട്ടാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, മാവേലി വണ്ടി ഓടിച്ചു വന്ന മാവേലിയാണ്. വണ്ടി ഓടിച്ചു വന്ന് ഈ ചെറുപ്പക്കാരെ എല്ലാം കൂട്ടി ഭക്ഷണവുമായിട്ട് വന്ന മാവേലിയാണ്. ആ മാവേലി ഉൾപ്പെടെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്ദേശമാണ് ഇപ്പൊ ഈ യുവാക്കൾ നടപ്പാക്കുന്നത്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. നമ്മള് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ചോറിനെ പറ്റി കുറ്റം പറഞ്ഞവർക്കൊന്നും സ്വാധീനമില്ല. നമുക്ക് തന്നെ ഡിവൈഎഫ്ഐക്ക് തന്നെ മണ്ണൂർ മേഖലാ കമ്മിറ്റിന്റെ കീഴിലാണ് ഞങ്ങൾ വന്നത്. മണ്ണൂർ എന്റെ നാടും കൂടി കേട്ടോ. വ്യക്തിപരമായിട്ട് അങ്ങനത്തെ ഒരു സന്തോഷം കൂടിയുണ്ട്. ഈ മെഡിക്കൽ കോളേജിൽ ഇപ്പൊ വസീഫ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചികിത്സയിലുള്ള ആളുകളൊക്കെ തന്നെ പലവിധ പ്രയാസങ്ങൾ കൊണ്ട് വിഷമത്തിലിരിക്കുന്ന ആളുകളായിരിക്കും. സ്വാഭാവികമായിട്ട് അവർക്ക് ഈ ഓണസദ്യ കൂടി ഉണ്ണാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതും ഒരു ദുഃഖമാണ്. അപ്പൊ അതിനൊരു അറുതിയാണ്. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഒരു അന്നം കിട്ടുമ്പോൾ അത് വാങ്ങിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതൊരു പക്ഷെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. അവരിപ്പോ ഇവിടെ വന്ന് പറയുന്നത് അതൊരു സന്തോഷമാണ് എന്നുള്ള. വാങ്ങിച്ചോ? ഓണസദ്യ തന്നെ കിട്ടിയപ്പോ നമ്മള് ഹാപ്പിയാണ്. അപ്പൊ അങ്ങനെ തന്നെയാണ്. വസീഫ ഏതാ മൂട്? ഓണം മൂട്.